അബൂബക്കർ മുസ്ലിയാരുടെ ദുആ. അങ്ങനെ കടന്നു വന്നതാണ്. ലീഗിന്റെ ഓരോ ചരിത്രത്തിലും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. മഹാനായ പൂക്കോയത്തങ്ങൾ വഫാത്തായി. മുസ്ലിം ലീഗിന്റെ അമരത്തിന് ആരാണ് ഇരിക്കേണ്ടത്? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഏകദേശം എല്ലാ സാംസ്കാരിക സാമൂഹിക മതരംഗത്തെയും നേതാവായി പിന്നീട് വാഴേണ്ട ഒരാളാണ്. എങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃരംഗത്ത് ആയിരിക്കണം. അന്ന് പൂക്കോയത്തങ്ങളുടെ മകൻ ചെറുപ്പക്കാരനാണ്. ഇന്ന് ചെറുപ്പക്കാരനായി എന്നതിന്റെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അന്ന് പൂക്കോയത്തങ്ങളുടെ മഹാനായ പുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് ചെറുപ്പക്കാരനാണ്. 35 വയസ്സ് 39 വയസ്സൊക്കെ പ്രായം ആയിട്ടേ ഉള്ളൂ. ജാമിഉൽ അസ്ഹറിൽ പഠിച്ചു വന്നു. ജാമിഉൽ അസ്ഹറിൽ നിന്ന് പഠിച്ചു വന്നിട്ട് പിന്നീട് നിരന്തരമായ വായനയും എഴുത്തുമായിരിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് CH പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും കൂട്ടി മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ വീട്ടിലേക്ക് ചെന്നു. ഒരു ആസൂത്രിതമായ നാടകം പോലെയായിരുന്നു എന്ന് തോന്നും. കാരണം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കാത്തു നിൽക്കുകയാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനായ CHനെയും അതോടൊപ്പം തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും സ്വീകരിച്ചിരുത്തിയിട്ട് ഞാനിത് പറയുന്നത് ആ കാഴ്ച കണ്ട ആ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ മകൻ ഇപ്പോ ജീവിച്ചിരിക്കുന്ന അഭിവന്ദനായ അഹ്സനിയോട്, പണ്ഡിതനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് തന്റെ ഉമ്മ പറഞ്ഞു കൊടുത്തതാണ്. വാപ്പ ഇങ്ങനെ 2 ഗ്ലാസ് ചായയുമായി ചെല്ലുകയാണ്. മഹാരഥന്മാരായ 2 നേതാക്കളാണ്. ഒന്ന് CH, ഒന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവരെ രണ്ടുപേരെയും ഇരുത്തിയിട്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇരുന്നിട്ട് അൽ ഫാത്തിഹ എന്ന് വിളിച്ചു. കാലത്തോളവും ചരിത്രത്തോളവും പഴക്കമുള്ള ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലെ ശോഭധന്യമായ ഒരു കാലഘട്ടത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായി ഇനി അങ്ങോട്ട് പോകാൻ ഒരു ഫാത്തിഹയാണ്, നീണ്ട ഫാത്തിഹ, അൽ ഫാത്തിഹ. ആ ഫാത്തിഹയ്ക്ക് ശേഷം ദുആ ചെയ്തിട്ട് പറഞ്ഞു, മോനെ, വാപ്പ ഇരുന്ന കസേരയിൽ നീ ഇരിക്കണം. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന വലിയ അവിടെ ഇരുത്തുന്നു. ആ ഇരുത്തം പിന്നെ കേരള രാഷ്ട്രീയത്തിന്റെ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ, കേരളീയ സമൂഹത്തിന്റെ മതപരമായ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലെ വല്ലാത്തൊരു അലങ്കാരത്തിന്റെ പേരായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുടുംബം അങ്ങനെ നിൽക്കുന്നു. ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ കാരണം ആ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഒരു ബാഫഖി തങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉണ്ടായിരുന്നു, ഒരു ഖണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉണ്ടായിരുന്നു. ഇവിടെ ബഹുമാനായ എന്റെ സ്നേഹിതൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനയുണ്ടായി, മറ്റൊന്നിനായിരുന്നില്ല. ഇവിടെ ബഹുമാനായ ഷിബു മീരാൻ സൂചിപ്പിച്ചല്ലോ, 1ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ എങ്ങനെയാണ് ആ പ്രധാനമന്ത്രിയെ കാണുന്നത്, അദ്ദേഹത്തിന്റെ എല്ലാ അക്കാദമികമായ യോഗ്യതകളെയും മാറ്റിവെച്ച് ഞാൻ പറയുന്നു, ആ മനുഷ്യൻ ഇന്ത്യയിൽ